എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനിലേക്ക് സ്വാഗതം. നമ്മുടെ സോഷ്യലിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മാപ്പ് അഥവാ ഭൂപടം എന്ന് പറയുന്നത്, അല്ലെ? മാപ്പ് അഥവാ ഭൂപടം എന്ന് പറയുന്ന ഒരു സെഷൻ എന്തായാലും ഒരു ചോദ്യം ഉറപ്പായിട്ടും വരാറുണ്ട്. പൊതുവെ വരുന്ന ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ മാപ്പുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് അതിനെ റിലേറ്റ് ചെയ്യുന്ന കളർ ഏത് എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വന്നു കണ്ടിട്ടുള്ളത്. കളറാണ്, അതായത് പിന്നെ തരിശായ ഭൂമിയെ സൂചിപ്പിക്കുന്ന നിറമേത്, അല്ലെങ്കിൽ കൃഷിയിടത്തെ സൂചിപ്പിക്കുന്ന നിറമേത് എന്നുള്ള രീതിയിലാണ് ചോദ്യങ്ങൾ വന്നു കണ്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ആ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നേരിട്ട് നമ്മൾ കളറും അതുപോലെ തന്നെ അതിനെ സൂചിപ്പിക്കുന്ന സ്ഥലങ്ങളെയും പറയുന്നതിന് പകരം അത് പറയും, എന്നാലും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മാപ്പുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട പോയിൻറ്റും കൂടെ നമുക്കൊന്ന് എന്ത് ചെയ്യാം, ഒന്ന് മനസ്സിലാക്കിയിട്ട് പോകാം. അപ്പോൾ നമ്മുടെ SCRT ടെക്സ്റ്റ് ബുക്കിൽ മാപ്പുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് ഇതിനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വളരെ പ്രധാനപ്പെട്ട കളറും കാര്യങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ട് പറഞ്ഞു പോകാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാൻ ഓരോ പോയിൻ്റായിട്ട് പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഇവിടെ ഏറ്റവും പഴക്കമേറിയ ഭൂപടം ലഭിച്ചിട്ടുള്ളത് എവിടെ നിന്നാണെന്നാണ് ആദ്യം ചോദിക്കുന്നത്. അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. എന്താണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരം, ആ ഒരു ഏരിയയുമായി ബന്ധപ്പെട്ട് അവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും പഴക്കമേറിയ ഭൂപടം ലഭിച്ചിട്ടുള്ളത് മെസപ്പൊട്ടോമിയ ആ ഒരു സംസ്കാരം, ആ ഒരു ഭാഗത്ത് നിന്നാണ് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കുക. ഏറ്റവും പഴക്കം ചെന്നതാണ്. എന്നാൽ അടുത്ത ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നോക്കിയേ, ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരെയാണെന്നാണ് ചോദ്യം. ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മെർക്കാറ്ററാണ് കേട്ടോ. ചാൾസ് മെർക്കാറ്ററാണ്, അല്ല മെർക്കാറ്റർ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം, മെർക്കാറ്ററാണ്. എന്താണ് ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മെർക്കാറ്ററാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ടെക്സ്റ്റ് ബുക്ക് പറയുന്നതാണ്, അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത്, വിവിധ ഭൂപടങ്ങൾ ചേർത്ത് ആദ്യമായി അറ്റ്ലസ് തയ്യാറാക്കിയത് ആര്? ഇതും ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്, കൂടുതൽ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡുള്ള കാര്യങ്ങൾ തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വിവിധ ഭൂപടങ്ങൾ ചേർത്ത് ആദ്യമായി അറ്റ്ലസ് തയ്യാറാക്കിയത് ആര് എന്നാണ് ചോദ്യം. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, ആരാണ്? എബ്രഹാം ഒർട്ടേലിയസ് ആണ്. അവിടെ തന്നിട്ടുണ്ട്, എബ്രഹാം ഒർട്ടേലിയസ് ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതിൻ്റെ പ്രത്യേകത എന്താണ്? വിവിധ ഭൂപടങ്ങളെ ചേർത്തുകൊണ്ട് അറ്റ്ലസ് തയ്യാറാക്കിയത്. അറ്റ്ലസ് അറിയാലോ, ആദ്യമായിട്ട് അറ്റ്ലസ് തയ്യാറാക്കിയത് ആര് എന്നാണ് ചോദിച്ചത്. എബ്രഹാം ഒർട്ടേലിയസ് ആണ്. എന്നാൽ ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മെർക്കാറ്ററാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത്, ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി വൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകൾ അറിയപ്പെടുന്ന പേര്. ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായിട്ട് വൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകൾ അറിയപ്പെടുന്നത് എന്ത് പേരിലാണെന്നാണ്, അല്ലേ? എന്താണ്? അക്ഷാംശ രേഖകളാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതായത് ഇപ്പം ഭൂമിയാണെങ്കിൽ അതിൻ്റെ ഒരു മാതൃകയാണെങ്കിൽ ഭൂമധ്യരേഖ നമുക്കറിയാം സെൻട്രലിൽ ഇങ്ങനെ പോകുന്നുണ്ട്. അതിന് സമാന്തരമായിട്ട് ഇങ്ങനെ പോകുന്ന സാധനങ്ങളാണ് നമ്മൾ പൊതുവെ എന്ത് വിളിക്കുന്നത്? അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത് ആണല്ലോ. അപ്പോൾ ഭൂമധ്യരേഖ സമാന്തരമായിട്ട് വൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖയാണ്, ഇതൊന്നും ഉള്ളതല്ല, സാങ്കല്പികമായി പോകുന്നതാണ്. അപ്പോൾ സാങ്കല്പിക രേഖകളെ നമ്മൾ പൊതുവായി വിളിക്കുന്ന പേരാണ് ഏത്? അക്ഷാംശ രേഖകൾ എന്ന് പറയും. ഇങ്ങനെ വരുന്നതിന് നമ്മൾ രേഖാംശ രേഖകൾ എന്നും പറയും ആണല്ലോ. അത് നോട്ട് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ എബ്രഹാം ഒർട്ടേലിയസ് എന്താണെന്ന് മനസ്സിലുണ്ടാവും, അതുപോലെ മെർക്കാറ്റർ എന്താണെന്ന് മനസ്സിലുണ്ടാവും. അടുത്തത്, ഭൂമിയുടെ ഉത്തര ധ്രുവം ദക്ഷിണ ധ്രുവം എന്നിവയെ ബന്ധിപ്പിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകൾ ഏവ? ഇപ്പം നമ്മൾ പറഞ്ഞേ ഉള്ളൂ, അല്ലേ? ഭൂമിയുടെ ഉത്തര ധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും തമ്മിൽ യോജിപ്പിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള ഈ രേഖകളെ നമ്മൾ അറിയപ്പെടുന്ന പേരാണ്, സാങ്കല്പിക രേഖകളാണ് അറിയപ്പെടുന്ന പേരാണ് എന്താണ് പറയുക? രേഖാംശ രേഖകൾ എന്ന് പറയും. അപ്പോൾ അക്ഷാംശ രേഖ എന്താണ്, രേഖാംശ രേഖ എന്താണെന്നല്ല മനസ്സിലാക്കി വെക്കുക. ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായിട്ട് അർദ്ധവൃത്താകൃതിയിൽ പോകുന്ന വൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളെ അക്ഷാംശ രേഖകൾ എന്ന് പറയും. എന്നാൽ ഉത്തര ധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള അർദ്ധവൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളെ രേഖാംശ രേഖ എന്നും പറയും. അടുത്തത്, പ്രത്യേക വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഭൂപടങ്ങളെ ഏത് പേരിൽ വിളിക്കുന്നു എന്നാണ് ചോദ്യം. പ്രത്യേക വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഭൂപടങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏത്? തീമാറ്റിക് മാപ്പ്, അല്ലെങ്കിൽ തീമാറ്റിക് ഭൂപടങ്ങൾ എന്ന് പറയും. അത് ചില പ്രത്യേക വിഷയങ്ങളെ പ്രതിപാദിക്കുന്ന തരത്തിലുള്ള ഭൂപടങ്ങളാണ് ശരിക്കും ഏത്? തീമാറ്റിക് ഭൂപടം എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത്, ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ പൊതുവെ രണ്ടായി തരംതിരിക്കുന്നത് എങ്ങനെ? ഏതൊക്കെ രീതിയിലാണ് മനസ്സിലാക്കണം. ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് തരത്തിലാണ് നമ്മൾ മാപ്പിനെ ഡിവൈഡ് ചെയ്യുന്നത്, തരംതിരിക്കുന്നത്. അതിൽ ഒന്ന് ഭൗതിക ഭൂപടങ്ങൾ എന്നും രണ്ട് സാംസ്കാരിക ഭൂപടങ്ങൾ എന്നും നമ്മൾ പറയും, അല്ലേ? ഭൗതിക ഭൂപടങ്ങളും സാംസ്കാരിക ഭൂപടങ്ങളും, അങ്ങനെ രണ്ട് തരത്തിലാണ് നമ്മൾ ഭൂപടങ്ങളെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അടുത്തത്, ഭൂപ്രകൃതി, കാലാവസ്ഥ തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങൾ ഏതാണ്? ഭൂപ്രകൃതി, കാലാവസ്ഥ തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ഏത്? ഭൗതിക ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഫിസിക്കൽ മാപ്പ് എന്ന് പറയും. മനസ്സിലായില്ലേ?
ഭൂപ്രകൃതി, കാലാവസ്ഥ തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന മാപ്പിനെ നമ്മൾ ഭൗതിക ഭൂപടം അഥവാ ഫിസിക്കൽ മാപ്പ് എന്നാണ് പറയുക. എന്നാൽ കൃഷി, വ്യവസായം, രാഷ്ട്രീയം, അതിർത്തികൾ മുതലായ മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് സാംസ്കാരിക ഭൂപടങ്ങൾ. കറക്റ്റായിട്ട് മനസ്സിലാക്കണേ. കൃഷി, വ്യവസായം, രാഷ്ട്രീയ അതിർത്തികൾ മുതലായ മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. മനുഷ്യനിർമ്മിതമായ സവിശേഷതകളെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളെ സാംസ്കാരിക ഭൂപടം എന്ന് പറയും. പ്രകൃതിപരമായിട്ട് പ്രകൃതി, കാലാവസ്ഥ തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകളാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ഭൗതിക ഭൂപടം. അപ്പോൾ എന്താണ് എന്നുള്ള മനസ്സിലായി. അടുത്തത് ജ്യോതിശാസ്ത്ര ഭൂപടം, ഭൂപ്രകൃതി ഭൂപടം, ദിനാവസ്ഥ ഭൂപടം, കാലാവസ്ഥ ഭൂപടം, നൈസർഗിക സസ്യജാല ഭൂപടം എന്നിവ ഏതിനം ഭൂപടത്തിന് ഉദാഹരണങ്ങളാണെന്നാണ് ചോദിക്കുന്നത്. ജ്യോതിശാസ്ത്രം, ഭൂപ്രകൃതി, ദിനാവസ്ഥ, കാലാവസ്ഥ, നൈസർഗിക സസ്യജാല ഭൂപടം, ഇതൊക്കെ ഏതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും? ഭൗതിക ഭൂപടത്തിന് ഉദാഹരണമാണ്. എന്താണിത്? ഭൗതിക ഭൂപടത്തിന് ഉദാഹരണമാണ്. കാരണം എന്തുകൊണ്ടായിരിക്കും? പ്രകൃതിദത്തമായിട്ടുള്ള സവിശേഷതയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് മനുഷ്യനിർമ്മിതമല്ല ആണെങ്കിൽ അതിനെ നമ്മൾ സാംസ്കാരിക ഭൂപടം എന്ന് പറയും. അടുത്തത് രാഷ്ട്രീയ ഭൂപടം, കാർഷിക ഭൂപടം, വ്യാവസായിക ഭൂപടം, സൈനിക ഭൂപടം, ചരിത്ര ഭൂപടം, അതൊക്കെ ഏതിന് ഉദാഹരണമാണെന്ന് ചോദിച്ചാൽ സാംസ്കാരിക ഭൂപടത്തിന് ഉദാഹരണമാണ് എന്നുള്ള കാര്യവും നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ അതൊന്ന് കറക്റ്റായിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ പഠിക്കാൻ ശ്രദ്ധിക്കുക. അടുത്തത് തോതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ തരംതിരിച്ചിരിക്കുന്നത് എങ്ങനെ? ശരിക്കും മനസ്സിലാക്കുക. എന്താണ് തോതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ തരംതിരിച്ചിരിക്കുന്നത് എങ്ങനെയെന്നാണ് ചോദിച്ചത്. തോതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കാം. എങ്ങനെയാണ്? ഒന്ന് ചെറിയ തോത് ഭൂപടങ്ങളെന്നും മറ്റേതോ വലിയ തോത് ഭൂപടങ്ങളെന്നും പറയും അല്ലേ? ചെറിയ തോത് ഭൂപടങ്ങളും വലിയ തോത് ഭൂപടങ്ങളും എന്നാണ് പറയുക. അത് നിങ്ങളെ മനസ്സിലുണ്ടാവും എന്താണെന്നില്ല. ടെക്സ്റ്റ് ബുക്കിൽ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പറഞ്ഞെല്ലാം പറയുന്നുണ്ട്. ചെറിയ തോത് ഭൂപടങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാലോ എന്താണ്? വലിയ ഏരിയയെ നമ്മൾ എന്ത് ചെയ്ത് ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്നതാണ് ചെറിയ തോത് ഭൂപടങ്ങൾ. എന്നാൽ ചെറിയ ഏരിയയെ നമ്മൾ എന്ത് ചെയ്യുന്നു? വൈഡായിട്ട് ചിത്രീകരിക്കുന്ന ആ ഭൂപടത്തെ നമ്മൾ വലിയ തോത് ഭൂപടങ്ങൾ എന്ന് പറയും. പറഞ്ഞതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. ഒരു രാജ്യത്തിൻ്റെ സൂചിപ്പിക്കുന്ന മാപ്പ് അല്ലെങ്കിൽ ഭൂപടത്തിനെ നമ്മൾ ചെറിയ തോത് ഭൂപടം എന്ന് പറയും. കംപ്ലീറ്റ് ആയിട്ട് അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവും. എന്നാൽ ഒരു രാജ്യത്തിൽ ചെറിയൊരു പഞ്ചായത്തിനെയോ അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റിനെയോ ഒക്കെ നമ്മൾ കാണിക്കുന്ന ഭൂപടത്തെ വലിയ തോത് ഭൂപടം എന്ന് പറയും അല്ലേ? ആ കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതാ ചെറിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ശരിക്കും ഇത് അറ്റ്ലസ്, ചുമർ ഭൂപടങ്ങൾ അതൊക്കെ വരുന്നത്. ഓക്കെ. എന്നാൽ ഇതിനടുത്ത പോയിന്റ് നോക്കുക. വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണങ്ങളായത് എന്നാണ് ചോദിക്കുന്നത്. വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണം ഏതാണ് വരിക? കഡസ്ട്രിയൽ ഭൂപടം, അതുപോലെ ധനാതലീയ ഭൂപടം, അതൊക്കെ ഇതിന് വരുന്നതാണ് വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണമായിട്ട് വരുന്ന പോയിന്റുകളാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് വലിയ ഭൂപ്രദേശങ്ങളിലെ പ്രധാന വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ഭൂപടങ്ങളാണ് ഏത്? വലിയ ഭൂപ്രദേശങ്ങളിലെ പ്രധാന വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ഭൂപടങ്ങളാണ് ശരിക്ക് ചെറിയ തോത് ഭൂപടം. ഉദാഹരണം ഒന്ന് മനസ്സിലാക്കി. ഒരു രാജ്യത്തിൻ്റെ കംപ്ലീറ്റ് ഭൂപടം, അത് നമ്മളൊരു രാജ്യത്തിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നില്ലല്ലോ, ഇല്ല. അപ്പോൾ രാജ്യം എന്ന് വെച്ചാൽ അത്രയും വലുതാണ്. ആ വലിയ ഭൂപ്രദേശത്തിലെ പ്രധാന വിവരങ്ങൾ മാത്രമാണ് നമ്മൾ ആ ഒരു മാപ്പിൽ ഉൾപ്പെടുത്തുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ അങ്ങനെ തയ്യാറാക്കുന്ന ഭൂപടത്തിനാണ് നമ്മൾ വിളിക്കുന്നത് ചെറിയ തോത് ഭൂപടം. എന്നാൽ താരതമ്യേന ചെറിയ പ്രദേശങ്ങളുടെ വിശദമായ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ച് ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ശരിക്കും ഇത് വലിയ തോത് ഭൂപടങ്ങൾ. മനസ്സിലായില്ലേ? താരതമ്യേന ചെറിയ പ്രദേശങ്ങളുടെ വിശദമായ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ച് ചിത്രീകരിക്കുന്നതിനാണ് വലിയ തോത് ഭൂപടമെന്ന് നമ്മൾ പറയുന്നത്. അടുത്തത് പാടങ്ങൾ, കെട്ടിടങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന ഭൂസ്വത്തുക്കളുടെ അതിരുകൾ, ഉടമസ്ഥാവകാശം എന്നിവ രേഖപ്പെടുത്തി സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഭൂപടങ്ങളാണ് തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞ കഡസ്ട്രിയൽ ഭൂപടങ്ങൾ. എന്താണ്? പാടങ്ങൾ, കെട്ടിടങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന ഭൂസ്വത്തുക്കളുടെ അതിരുകൾ, ഉടമസ്ഥാവകാശം, മനസ്സിലാവുന്നില്ലേ? അത് രേഖപ്പെടുത്തി സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഭൂപടങ്ങളെ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് കഡസ്ട്രിയൽ ഭൂപടങ്ങൾ. എന്താണ്? കഡസ്ട്രിയൽ ഭൂപടം എന്നാണ് നമ്മളതിനെ പറയുക. മനസ്സിലാക്കി വെക്കുക. അടുത്തത് ഭൂനികുതി കണക്കാക്കാനും ഉടമസ്ഥാവകാശം സൂചിപ്പിക്കാനും ഉപയോഗിക്കുന്ന ഭൂപടങ്ങളാണ് ശരിക്ക് കഡസ്ട്രിയൽ ഭൂപടം. എന്തുകൊണ്ടാണ്? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പാടങ്ങൾ, കെട്ടിടങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന ഭൂസ്വത്തുക്കളുടെ അതിരുകളും ഉടമസ്ഥാവകാശവും രേഖപ്പെടുത്തുന്നതാണ് ഏത്? കഡസ്ട്രിയൽ. അപ്പോൾ ഭൂനികുതി കണക്കാക്കാനും ഉടമസ്ഥാവകാശത്തിനൊക്കെ നമ്മൾ അത് തന്നെയാണ് യൂസ് ചെയ്യുക. അടുത്തത് ഗ്രാമഭൂപടങ്ങൾ ഏതിനും ഭൂപടത്തിന് ഉദാഹരണമാണെന്ന് ചോദിച്ചാൽ അത് ഏത് തന്നെയാണ്? കഡസ്ട്രിയൽ ഭൂപടത്തിന് ഉദാഹരണമാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഗ്രാമഭൂപടം എന്ന് വെച്ചാൽ വില്ലേജ് മാപ്പ്. അതിലാണല്ലോ ഈ വ്യക്തികളെ സംബന്ധിച്ച് അവരുടെ വസ്തുക്കളെയും എല്ലാത്തിനും സൂചിപ്പിക്കുന്ന മാപ്പും ഒക്കെ അതിലാണ് ഉണ്ടാവുക. അടുത്തത് സമഗ്രമായ ഭൂസർവേയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ഭൂപടങ്ങളേവ. ഇതാണ് സമഗ്രമായ ഭൂസർവേയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ഭൂപടങ്ങൾ. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ധരാതലീയ ഭൂപടങ്ങൾ എന്ന് പറയും. എന്താണ്? ധരാതലീയ ഭൂപടങ്ങൾ എന്നുള്ള പേരിൽ നമ്മൾ വിളിക്കും അല്ലേ? സമഗ്രമായ ഭൂസർവേയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ഭൂപടങ്ങളാണ് ധരാതലീയ ഭൂപടം. നെക്സ്റ്റ്
പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ സവിശേഷതകളെയും വളരെ വിശദമായി ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ധരാതലീയ ഭൂപടങ്ങൾ. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ സവിശേഷതകളെയും വളരെ വിശദമായി ചിത്രീകരിക്കുന്നതാണ് ശരിക്കും ധരാതലീയ ഭൂപടങ്ങൾ. അതിലെല്ലാം വന്നു, പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതമായ മൊത്തം അത് ധരാതലീയത്തിൽ വന്നു അല്ലേ. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഏതെല്ലാം ചെറിയ തോതും വലിയ തോതും എല്ലാം അതിന് മുന്നേ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ക്ലിയർ ആയ പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ലല്ലോ അല്ലേ. പിന്നെ ഫിസിക്കൽ മാപ്പിനെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. സാംസ്കാരിക ഭൂപടത്തിനെ കുറിച്ചും ഭൗതിക ഭൂപടങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു, അതൊക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അടുത്തത് ഭൂപ്രദേശങ്ങളുടെ ഉയരം, ഭൂപ്രകൃതി, നദികൾ, വനങ്ങൾ, കൃഷിയിടങ്ങൾ, പട്ടണങ്ങൾ, ഗതാഗതം. ഓക്കെ, അവിടെ ഒരു പോയിൻ്റ് മിസ്സായിട്ടുണ്ട് കേട്ടോ, അത് നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. ആ ഒരു പോയിൻ്റ് അവിടെ മിസ്സായിട്ടുണ്ടേ, അത് കുഴപ്പമില്ല, നോക്കാം. ഭൂപട നിർമ്മാണത്തിനായി 1800 ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് നിന്ന് സർവേ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ആര്? ഇത് SCERT കൃത്യമായിട്ട് എടുത്ത് പറയുന്നുണ്ട്. ആരാണ്? വില്യം ലാംപ്ടൺ ആണ് കേട്ടോ. വില്യം ലാംപ്ടൺ. എന്താണ്? ഭൂപട നിർമ്മാണത്തിനായിട്ട് 1800 ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് നിന്നും സർവേ പ്രവർത്തനങ്ങൾ ആരംഭിച്ച വ്യക്തിയാണ് വില്യം ലാംപ്ടൺ. അപ്പോൾ 3 പേരുകൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു. പോലെ എബ്രഹാം ഓർട്ടേലിയസ് ആരാണെന്നറിയാം, മെർക്കാട്ടർ ആരാണെന്നറിയാം, ഇപ്പോൾ വില്യം ലാംപ്ടൺ ആരാണെന്നും പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അടുത്തത്, ഇന്ത്യയിൽ ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസി ഏത്? ഇത് ഒരുപാട് തവണ വന്ന ചോദ്യമാണ്. ഏതാണ്? സർവേ ഓഫ് ഇന്ത്യയാണ് അല്ലേ. ഇന്ത്യയിൽ ഭൂപടങ്ങൾ നിർമ്മിക്കാനും അത് പരിശോധിക്കാനും പ്രസിദ്ധീകരിക്കാനൊക്കെ ഒരേ ഒരു ടീമിന് മാത്രമേ അധികാരമുള്ളൂ, അതാണ് സർവേ ഓഫ് ഇന്ത്യ. അടുത്തത് എന്താണ്? പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ ഭൗമോപരിതല സവിശേഷതകളെയും വളരെ സൂക്ഷ്മമായി ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ശരിക്ക് ധരാതലീയ ഭൂപടങ്ങൾ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ ഭൗമോപരിതല സവിശേഷതകളെയും വളരെ സൂക്ഷ്മമായി ചിത്രീകരിക്കുന്നതാണ് ധരാതലീയ ഭൂപടം. നെക്സ്റ്റ്, ഭൗമോപരിതലത്തിൻ്റെ ഉയർച്ച താഴ്ചകൾ, നദികൾ, മറ്റ് ജലാശയങ്ങൾ, വനങ്ങൾ, കൃഷിസ്ഥലങ്ങൾ, തരിശുഭൂമികൾ, ഗ്രാമങ്ങൾ, പട്ടണങ്ങൾ, ഗതാഗത വാർത്താവിനിമയ മാർഗ്ഗങ്ങൾ തുടങ്ങിയ ഭൗമോപരിതല സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളെല്ലാം ഏതുതന്നെയാണ്? ധരാതലീയ ഭൂപടങ്ങൾക്കാണ്. അപ്പോൾ ഭൗമോപരിതലത്തിലുമായി ബന്ധപ്പെട്ട സവിശേഷതകളെല്ലാം ചിത്രീകരിക്കുന്ന ഇതിൽ തന്നെയാണ് ധരാതലീയ ഭൂപടങ്ങളിലാണ്. പ്രകൃതിദത്തവും മനുഷ്യരുമായ നിർമ്മിതവുമായ എല്ലാം ഉൾപ്പെടുന്ന മാപ്പിനാണ് ധരാതലീയ മാപ്പ് എന്ന് പറയുന്നത്, ഭൂപടം എന്ന് പറയുന്നത്. അടുത്തത്, ഇന്ത്യയിൽ ധരാതലീയ ഭൂപട നിർമ്മാണത്തിൻ്റെ ചുമതല വഹിക്കുന്ന കേന്ദ്ര സർക്കാർ ഏജൻസി ഏതെന്നാണ് ചോദിച്ചത്. അതും ഏതന്നെയാണ്? സർവേ ഓഫ് ഇന്ത്യ തന്നെയാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. സർവേ ഓഫ് ഇന്ത്യ തന്നെയാണ്. അടുത്തത്, ടോപ്പോഗ്രാഫിക് മാപ്പുകൾ അറിയപ്പെടുന്ന ചുരുക്കപ്പേര് ഏത്? ടോപ്പോഗ്രാഫിക് മാപ്പുകൾ എന്ന് വെച്ചാൽ ഈ ധരാതലീയ ഭൂപടത്തിൽ തന്നെയാണ് നമ്മളങ്ങനെ പറയുന്നത്. അപ്പോൾ അത് അറിയപ്പെടുന്ന ചുരുക്കപ്പേരാണ് ടോപ്പോ ഷീറ്റുകൾ എന്ന് പറയും. അടുത്ത, സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ചിലപ്പോൾ വന്നേക്കാം. എവിടെയാണ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം? സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണെന്ന് വെച്ചാൽ ഡെറാഡൂണാണ് കേട്ടോ. ഡെറാഡൂണാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അത്രയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വന്നിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ബേസിക്കാണ്. ഇനിയാണ് നമ്മൾ ആദ്യം സൂചിപ്പിച്ച നിറങ്ങളിലേക്ക് പോകുന്നത്. മാപ്പ്, അതിൻ്റെ നിറങ്ങൾ അല്ലേ, ഭൂപടങ്ങളും അതിൻ്റെ നിറങ്ങളും സൂചിപ്പിക്കുന്ന നിറങ്ങളുമാണ് പറയുന്നത്. ഒന്നാമത്തെ കളർ, പച്ച കളറിനെ കുറിച്ചാണ് പറയുന്നത്. എല്ലാവർക്കും അറിയാം, പച്ചപ്പ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്താണെന്ന് അറിയാം. എന്താണ് വരിക? നൈസർഗിക സസ്യജാലങ്ങളെ സൂചിപ്പിക്കുന്ന ഭൂപടത്തിലെ നിറമാണ് പച്ച. മനസ്സിലാവുന്നുണ്ടോ? നൈസർഗികമായിട്ട് സസ്യജാലങ്ങളെല്ലാം പച്ചപ്പ് തന്നെയാണ്. പച്ചപ്പ്, ഹരിതാപം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഏതാണ്? പച്ച കളർ എന്തിനാണെന്ന് മനസ്സിലായി. അടുത്ത, കൃഷിയിടങ്ങളെ സൂചിപ്പിക്കുന്ന നിറമാണ്. ഏതാണ് വരിക? കൃഷിയിടങ്ങളെ സൂചിപ്പിക്കുന്ന നിറം എന്ന് വെച്ചാൽ ഭൂപടത്തിൽ മഞ്ഞ നിറമാണ്. ശരിക്കും മനസ്സിലാക്കണം, ഭൂപടത്തിലെ മഞ്ഞ നിറമാണ് ശരിക്കും ഏത്? കൃഷിയിടങ്ങളെ സൂചിപ്പിക്കുന്ന നിറം എന്നുള്ള കാര്യം മനസ്സിലാക്കണേ. മഞ്ഞ നിറമാണ് അല്ലേ. എന്നാൽ പച്ച നിറം നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? പച്ച നിറം എന്ന് വെച്ചാൽ നൈസർഗിക സസ്യജാലങ്ങളെ സൂചിപ്പിക്കാനാണ് പച്ച നിറം ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലായി. മഞ്ഞ എന്താണെന്ന് മനസ്സിലായി. കൃഷിയിടങ്ങളാണ് മഞ്ഞ. അടുത്തത്, പാർപ്പിടങ്ങൾ, റോഡുകൾ എന്നിവയെ സൂചിപ്പിക്കുന്ന ഭൂപടത്തിലെ നിറം. അത് ശരിക്കും മനസ്സിലാക്കണം, ചിലപ്പോൾ മാറിപ്പോകാനൊക്കെ സാധ്യതയുള്ളതാണ്. എന്താണ് ഒരു പാർപ്പിടങ്ങൾ, അതുപോലെ തന്നെ റോഡുകൾ, അതിനൊക്കെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ മാപ്പിൽ ഉപയോഗിക്കുന്ന നിറമാണ് ഏത്? ചുവപ്പ് കേട്ടോ. ചുവപ്പ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് നോക്കണം. പാർപ്പിടങ്ങളെയും റോഡുകളെയൊക്കെ സൂചിപ്പിക്കുന്നത് ചുവപ്പ് എന്ന നിറമാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്തത്, തീവണ്ടിപ്പാതകൾ, അക്ഷാംശ രേഖകൾ, രേഖാംശ രേഖകൾ, ടെലിഫോൺ ലൈൻ എന്നിവയെ സൂചിപ്പിക്കുന്ന ഭൂപടത്തിലെ നിറമാണ് കറുപ്പ്. ഇതുപോലെ ചോദിക്കണമെന്നില്ല, ചിലപ്പോൾ ഇൻഡിവിജ്വലായിട്ട് ചോദിക്കാം. തീവണ്ടിപ്പാതകളെ സൂചിപ്പിക്കുന്നതിനായി ഭൂപടത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന നിറം ഏത്? കറുപ്പാണ് അല്ലേ. അക്ഷാംശ രേഖകളെയും രേഖാംശ രേഖകളെയും സൂചിപ്പിക്കുന്നത് കറുപ്പാണ്. ടെലിഫോൺ ലൈൻ ഏതാണ്? കറുപ്പാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ അക്ഷാംശ രേഖ, രേഖാംശ രേഖ ഒരു ഡാർക്ക് ഷെയ്ഡിൽ നിങ്ങൾ ആലോചിച്ചാൽ മതി. ടെലിഫോൺ ലൈൻ കറുത്ത വയർ അല്ലേ, അതും ബ്ലാക്ക് തന്നെയാണ്. പിന്നെ തീവണ്ടി പാതകൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? കോമൺ ആയിട്ട് അതിനെ ബ്ലാക്ക് എന്നുള്ള പേരിൽ പറയാം. നെക്സ്റ്റ്,
പാറക്കൂട്ടങ്ങൾ, മണൽക്കൂനകൾ, കുന്നുകൾ എന്നിവയെ സൂചിപ്പിക്കുന്ന ഭൂപടത്തിലെ നിറമാണ് ശരിക്കും ഏത്? തവിട്ട് നിറം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പാറക്കൂട്ടങ്ങൾ, മണൽക്കൂനകൾ, കുന്നുകൾ എന്നിവയെ സൂചിപ്പിക്കുന്ന ഭൂപടത്തിലെ നിറം തവിട്ടാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ കറുപ്പ് എന്താണെന്ന് മനസ്സിലായി. എന്താണ്? അക്ഷാംശ രേഖാംശ രേഖകൾ, പിന്നെയോ ടെലിഫോൺ ലൈനുകളൊക്കെ സൂചിപ്പിക്കാൻ തീവണ്ടി പാതകൾ, ഇതിനൊക്കെ സൂചിപ്പിക്കുന്നത് ഇതാണ്, കറുപ്പാണ്. തവിട്ട് മനസ്സിലായി. പാറക്കൂട്ടങ്ങൾ, മണൽക്കൂനകൾ, കുന്നുകൾ അതൊക്കെ തവിട്ടാണ്. പിന്നെയോ മഞ്ഞ നിറം കൃഷിയിടങ്ങളെയാണ്, നൈസർഗിക സസ്യജാലങ്ങളെ സൂചിപ്പിക്കുന്നത് പച്ചയാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇന്നത്തെ ഇതിൽ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങൾ ഒന്നിൽ അധികം തവണ റിവൈസ് ചെയ്യണം, മറിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്കിത് കിട്ടൂ. അല്ലെങ്കിൽ ചിലപ്പോൾ മറന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇന്ന് പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പിന്നെ ഓർമ്മയിലുണ്ടോ എന്ന് നോക്കണം. ആ നിറങ്ങൾ, പച്ച നിറം എന്താണെന്നില്ല മനസ്സിലാക്കണം, മഞ്ഞ നിറം എന്താണെന്നില്ല മനസ്സിലാക്കണം, തവിട്ട് എന്തിനെക്കുറിച്ചാണ് പറയുന്നത് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കണം, പിന്നെ കറുപ്പ്. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് വരുന്നത്. അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പിന്നെ നോക്കേണ്ടത്. പിന്നെ എനിക്ക് തോന്നുന്നത് ജലാംശങ്ങളെ സൂചിപ്പിക്കുന്ന നീല നിറമാണ് കേട്ടോ. അത് മനസ്സിലാക്കണം. അതിനെ അറിയുന്നതാണെന്ന് വിചാരിക്കുന്നത്. ജലാംശങ്ങളെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നീല നിറമാണ്. അതുപോലെ തരിശ് ഭൂമിയെ സൂചിപ്പിക്കുന്നത് വെള്ള നിറമാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കണം. ഓക്കെ, അപ്പോൾ ആ രണ്ട് കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. ജലാശയങ്ങളെ സൂചിപ്പിക്കുന്നത് നീല നിറമാണ്, തരിശ് ഭൂമിയെ സൂചിപ്പിക്കുന്നത് വെള്ള നിറത്തിലാണ് എന്നുള്ള കാര്യം കൂടെ നോട്ട് ചെയ്ത് വെക്കണം. ഇത്രയും കാര്യങ്ങളാണ് നിറവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ടത്. മാപ്പുമായി ബന്ധപ്പെട്ട ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യണം, എന്നെ അറിയിക്കണം. ഞാനത് വായിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണം. എന്നിരുന്നാൽ മാത്രമേ നമ്മുടെ ചാനൽ കൂടുതൽ പേരിലേക്ക് എത്തൂ. അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന കാര്യം കൂടെ പരിഗണിക്കാം. പിന്നെ ഞാൻ പറഞ്ഞു, ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ നിങ്ങൾക്ക് കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളൊരു PDF മെറ്റീരിയൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വാങ്ങിക്കാം. സൈക്കോളജി മലയാളവുമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. സൈക്കോളജിയുടെ മലയാളം മീഡിയത്തിലും ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്, ഇംഗ്ലീഷ് മീഡിയത്തിലും ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. രണ്ടും ഒരുമിച്ചില്ല, വെവ്വേറെയാണ്. ഓക്കെ, അതുപോലെ മലയാളം ജനറൽ ടോപ്പിക് കാറ്റഗറി 1, 2, 3, 4 ജനറലായിട്ട് വരുന്നതിൻ്റെ പിന്നെ മലയാളം PDF കൂടി റെഡിയാക്കിയിട്ടുണ്ട്. അതിൽ 500 ചോദ്യങ്ങളാണ് ഉൾപ്പെടുന്നത്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ 9032766771 ഈ ഒരു നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി. റീപ്ലൈ അപ്പോൾ തന്നെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം കാണാം നമുക്ക്. താങ്ക് യു.